എൻ്റെ പേര് അതുൽ. ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് വരുന്നത്. ഈ വർഷത്തെ IBPS POയുടെ റിസൾട്ടിൽ ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ റേസിലെ 2020 SSC ബാച്ചിലാണ് ജോയിൻ ചെയ്തിരുന്നത്. CGL ആയിരുന്നു മെയിൻ ഫോക്കസ് സ്റ്റാർട്ടിങ്ങിൽ. CGL ടയർ 3 വരെ ഇപ്പം എത്തിയിട്ടുണ്ട്. CHSL 2019 ടൈപ്പിംഗ് ടെസ്റ്റ് വരെ എത്തിയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ബാങ്കിങ്ങിൻ്റെ ചില മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കി. അപ്പോൾ അധികം ഡിഫറൻസ് തോന്നിയില്ല. നമ്മുടെ SSC സിലബസിൽ നിന്ന് ബാങ്കിങ്ങിലേക്ക് അധികം ഡിഫറൻസ് തോന്നിയില്ല. അപ്പോൾ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പം അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ബാങ്ക് എക്സാംസും ട്രൈ ചെയ്യാൻ തുടങ്ങി. 1-2 പ്രിലിംസൊക്കെ ക്വാളിഫൈ ചെയ്തപ്പോൾ നല്ല കോൺഫിഡൻസ് വന്നു തുടങ്ങി. LIC അസിസ്റ്റൻസ് മെയിൻസ് എക്സാം എഴുതാൻ പറ്റിയിരുന്നു. പിന്നെ IBPS ക്ലർക്കിൻ്റെ 2ാമത്തെ മെയിൻസ് എക്സാമാണ് ഇപ്രാവശ്യം എഴുതിയത്. ഈ വർഷം ഞാൻ 5 എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. RRBയുടെ 2 ക്ലർക്ക്, PO, പിന്നെ IBPS ക്ലർക്കൊക്കെ. അതിൻ്റെയൊക്കെ ലാസ്റ്റ് ഫേസ് വരെ എനിക്ക് എത്താൻ പറ്റിയിരുന്നു. IBPS PO എനിക്ക് ഫൈനൽ ഫേസും ട്രാക്ക് ചെയ്യാൻ പറ്റി. ബാങ്കിങ്ങിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഒരു 5 പ്രിലിംസിൻ്റെ മോക്ക് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മെയിൻസിൻ്റെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ മെയിൻസ് മോക്കുകൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ. പക്ഷേ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ മെയിൻസ് ലെവൽ DIയും പസിൽസൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിരുന്നു മെയിൻസ് ലെവലിൽ എത്തിയപ്പോഴേക്കും. കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ റേസിൽ നിന്ന് തരുന്ന സോഴ്സ് പുറമെ എക്സ്റ്റേണൽ സോഴ്സും റെഫർ ചെയ്യാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് റെഫർ ചെയ്തത് ന്യൂസ് പേപ്പർ റീഡിങ് മാത്രമായിരുന്നു. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു. അതെല്ലാം നല്ല യൂസ്ഫുൾ ആയിരുന്നു. അതിന് പുറമെ നല്ലോണം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാരണം എല്ലാവരും ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഡിഫറെൻറ്റ് ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നതിന് പകരം കൺവെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യാറായിരുന്നു പതിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതലും എൻ്റെ കാൽക്കുലേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. കാൽക്കുലേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ തന്നെ കൺവെൻഷണൽ മെത്തേഡ് തന്നെ നല്ല രീതിയിൽ എനിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റാറുണ്ടായിരുന്നു. നമ്മൾ ഏത് മെത്തേഡ് വെച്ച് അപ്രോച്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ട്രാറ്റജി. ഞാൻ അഡോപ്റ്റ് ചെയ്തത് എൻ്റെ ഈ രീതിയിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്ത ലാബ് ഫെസിലിറ്റീസ് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റി. നൈറ്റ് 8 PM വരെ ലാബ് ഓപ്പൺ ആയിരുന്നു. പിന്നെ എക്സാമിൻ്റെ കോർ പീരീഡിലൊക്കെ അതിനുശേഷവും ഞങ്ങളോട് ഇവിടെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ തന്നിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. കറണ്ട് അഫയേഴ്സിന് ഞങ്ങൾ ഡിസ്കഷൻ സർക്കിൾ ഇവിടുത്തെ കൊളീഗ്സിനെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ ആ ഡിസ്കഷൻ സർക്കിൾ തന്നെ GA റിവിഷന് വേണ്ടിയിട്ട് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. പിന്നെ അതോടെ മെയിൻസ് ക്രാക്ക് ചെയ്തതിന് ശേഷം മോക്ക് ഇൻ്റർവ്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്തു. അതിന് പുറമേ തന്നെ ഞങ്ങളുടെ കൊളീഗ്സ് തന്നെ ഇവിടെ വെച്ച് മോക്ക് ഇൻ്റർവ്യൂസ് നടത്തി തന്നിട്ടുണ്ട് എനിക്ക്. അതൊക്കെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം ആദ്യമായി ഒരു ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പം ഏറ്റവും ബേസ് ആയിട്ട് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൊളീഗ്സ് പ്രൊവൈഡ് ചെയ്ത മോക്ക് ഇൻ്റർവ്യൂസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഡെയിലി ഞാൻ 5 മോക്ക് ടെസ്റ്റ് വെച്ച് ചെയ്യാറുണ്ടായിരുന്നു. അതിൽ റിവ്യൂ ചെയ്യുന്നതിൽ ഞാൻ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഓരോ എക്സാമിൻ്റെയും എറേഴ്സും അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസിനും ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം പിന്നീട് ആ ഒരു ക്വസ്റ്റ്യനിൽ തെറ്റ് വരാത്ത, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ തെറ്റ് വരാത്ത രീതിയിൽ പിന്നെ അടുത്ത മോക്കുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതൊക്കെ എനിക്ക് എക്സാമിന് പോകുമ്പം വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഒരു എക്സാം ഫിയർ എന്നുള്ളൊരു ഫാക്ടർ എനിക്ക് ഇല്ലാതാവാൻ കാരണം ഈ മോക്ക് ടെസ്റ്റ് കുറേ എണ്ണം ചെയ്തത് തന്നെയാണ്. റിസൾട്ട് വന്ന ടൈമിൽ ഞാൻ വീട്ടിലായിരുന്നു. അപ്പം ആ ടൈമിൽ വീട്ടുകാർക്കൊക്കെ ഒരുപാട് സന്തോഷമായി. നമുക്ക് ഒരു വിജയം കിട്ടുമ്പം നമ്മളെക്കാട്ടധികം സന്തോഷിക്കുന്നത് നമ്മുടെ വീട്ടുകാരായിരിക്കും. അപ്പം ഞാനിപ്പോൾ അതിൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം പിന്നെ ഒരുപാട് എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം SSCക്കും ബാങ്കിനും പുറമെ അല്ലാതെ കുറേ എക്സാംസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പലതിലും ഞാൻ ഫെയിലായിട്ടുമുണ്ട്. പക്ഷേ ഫെയിലായ ടൈമിലൊന്നും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓരോ എക്സാം കഴിയുമ്പോഴും എനിക്ക് തന്നെ ഉള്ളിൽ നിന്ന് തോന്നാറുണ്ട് കഴിഞ്ഞ എക്സാമിനെക്കാട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ടൈം കളയാതെ ഒരുപാട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ കോൺഫിഡൻസാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അത് തന്നെ പറയാനുള്ളത്, ഓരോ എക്സാമും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കണം. ഒരിക്കലും ഫെയിൽ ആവുന്നു എന്നുള്ളൊരു തോട്ടേ മനസ്സിലേക്ക് വരരുത്. നമ്മൾ ഓരോ എക്സാമിൽ നിന്ന് ഓരോന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ എത്തിയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കും ഗവൺമെൻറ് ജോബ് ആണ് നിങ്ങളുടെ മൈൻഡിലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് റേസ് തന്നെയായിരിക്കും. അത് പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താലും അവർ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനുള്ള ഒരു പോർഷൻ അത് സെയിം ആയിരിക്കും. അതിന് പുറമെ നിങ്ങളെടുക്കുന്ന എഫേർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ എഫേർട്ട് എടുക്കാൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയിൽ
റേസ് മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസും ലൈബ്രറി ഫെസിലിറ്റീസും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ തരുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെയാണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ മറ്റൊരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മെൻറ്റേഴ്സാണ്. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മെൻറ്റേഴ്സ് എല്ലാം ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഗവൺമെൻറ് ജോബാണ് ലക്ഷ്യമെങ്കിൽ ഒരിക്കലും ഡീവിയേറ്റ് ചെയ്യാതിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.